ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് പല ധാരകളിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. മനസ്സിലായി? വി ഡി സവർക്കർ ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ വിചാരിച്ചിരിക്കാം അദ്ദേഹത്തെ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്നതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാമെന്ന് ചിന്തിച്ചിരിക്കാം. ഞങ്ങൾ അതിനെ തള്ളി പറയുന്നില്ല. അയാൾ അതിൽ സക്സസ്ഫുൾ, അയാൾ അതിനകത്ത് നേരിട്ട് പങ്കിട്ടിട്ടില്ല. എപ്പോഴും ഗാന്ധിവാദത്തിൽ ഉൾപ്പെടെ തോക്കൊപ്പിച്ചു കൊടുക്കലായിരുന്നു പണി. ആ പണി അവിടെയും ചെയ്തു. പോട്ടെ, അതിനെ സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തനമായിട്ട് എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ മഹാനായ കൊന്നയാളാണ് രാജ്യത്തിന്റെ മഹാനായ പുത്രനായി ഇന്ദിര വിശേഷിപ്പിച്ചത്? ആ സൗജന്യ ആ അഭ്യാസം ഒന്നും ഇങ്ങോട്ട് എടുക്കരുത്. ഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വീര സവർക്കറുടെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ എന്തിനാ? രാജുവിന്റെ ഊളത്തരം കേൾക്കാനല്ല പ്രേക്ഷകരിക്കുന്നത്. ഇവരൊക്കെ ഇത്രയും നാളും എന്തൊക്കെയായിരുന്നു ചാനലുകളിൽ വന്ന് പറഞ്ഞിരുന്നത്? സവർക്കറെ നേരിൽ കണ്ടതുപോലെ സംസാരിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതിനകത്ത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായോ? നമുക്കറിയാമല്ലോ, അങ്ങനെയാണല്ലോ ചരിത്രം. ഇങ്ങനെ ചിലത് പറഞ്ഞതല്ലാതെ അദ്ദേഹം എന്തെങ്കിലും വസ്തുത പറഞ്ഞു? ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കുറേ കാലങ്ങളായിട്ട് പറയുന്നത്. അരി എത്രാന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയും. ശങ്കരാടി സിനിമയിൽ കാണിച്ചതുപോലെ കൈവെള്ളം പൊക്കി കാണിക്കലല്ലാതെ ഇവരുടെ കയ്യിൽ മറ്റൊന്നുമില്ല. ഡയറക്റ്റ് ആയിരുന്നു ചോദ്യം. സവർക്കർ മാപ്പ് പറഞ്ഞു എന്നതിന് താങ്കളുടെ തെളിവുണ്ടോ? അദ്ദേഹം അവസാനം കൂട്ടുപിടിച്ചത് BJP നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവരുടെ ചരിത്രബോധം. ഇന്നലത്തെ മാതൃഭൂമി ചർച്ചയിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സോഴ്സാണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥം അതാണ്. പോയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആ അറിവിന് ഞാൻ നമസ്കരിക്കുന്നു. അത് വേണം. പക്ഷേ എങ്ങനെയാണ് എനിക്കിതിനകത്ത് രാഷ്ട്രീയം പറയുന്നതിന് മുൻപ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന രണ്ട് പാനലിസ്റ്റുകൾ, ഇപ്പോൾ കോൺഗ്രസ്സുകാരനും വന്നിരിക്കുന്ന ഇതിനാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഈ രണ്ടുപേരോടും ചോദിക്കാനൊരു ചോദ്യം, ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എന്നു മുതലാണ് സവർക്കറെ എതിർത്തു തുടങ്ങിയത് എന്നൊന്ന് എനിക്ക് വ്യക്തമാക്കി തരാമോ? എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദ്യമൊന്നുമില്ല, കാര്യം അവർ ഉണ്ടായ കാലം മുതൽ ഈ രാജ്യത്തെ എതിർത്തവരാണ്. എങ്കിൽ പോലും എന്നു മുതലാണ് നിങ്ങളുടെ രണ്ട് പാർട്ടികളും സവർക്കറിനെ വെറുക്കപ്പെട്ടവരായി കണ്ടു തുടങ്ങിയത്? അത് പറഞ്ഞതിന് ശേഷം ചർച്ച മുന്നോട്ടേക്ക് പോകാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഈ ചോദ്യത്തിന് രണ്ടുപേരും ദയവ് ചെയ്ത് ഒന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാം. സവർക്കറെ എതിർത്തു തുടങ്ങിയത് ഹിന്ദുത്വ രാഷ്ട്രീയം ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കാനും, ഈ രാജ്യത്തിന്റെ ആശയങ്ങളെ കൊല ചെയ്യാനും, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ഇല്ലാതെയാക്കാനും പോന്ന ഒരു ശക്തിയായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം വളർന്നു തുടങ്ങിയപ്പോഴാണ് അതൊക്കെ ഉണ്ട് ആണോ എന്നാ കണ്ടിന്യൂ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഈ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് 1925 ഹിന്ദുത്വ ദ എസെൻഷ്യൽസ് ഓഫ് എ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി. എവിടെന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ടു ബുദ്ധി? ബഹുമാനപ്പെട്ട രാജു, അപ്പൊ താങ്കള്, ഞാൻ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് ഒന്ന് തോന്നരുത്, നമ്മുടെ നാട്ടുഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ഞാൻ താങ്കളെ വ്യക്തിപരമായ ഉദ്ദേശമല്ല പറയുന്നത്, അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക എന്നൊരു നാട്ടു ചൊല്ല് നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ താങ്കളെ വ്യക്തിപരമായല്ല, താങ്കൾ ഈ മുൻപോട്ട് വെച്ച ആശയത്തെ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം താങ്കളുടെ പാർട്ടിയിലുള്ള പണ്ഡിറ്റ് നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ രാജീവ് ഗാന്ധിക്കോ നരസിംഹറാവുവിനോ എന്തിനും മൻമോഹൻ സിംഗിന് പോലും ഈ അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾക്കറിയുമോ? രാഹുലിനെ പോലെയുള്ള അമുൽ ബേബികള് ഏതൊക്കെയോ ആരുടെയൊക്കെയോ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി ഇന്ത്യയിൽ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയ 10 വർഷമേ ആയിട്ടുള്ളൂ നിങ്ങൾ സവർക്കറെ തള്ളി പറയാൻ തുടങ്ങിയിട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്ത് മാത്രമേ നിങ്ങളുടെ സവർക്കർ വിരോധമുള്ളൂ. ശ്രീരാജു, മഹാരാഷ്ട്രയിൽ പോയി പറയാനുള്ള തന്റെടമില്ല, കർണാടകയിലില്ല, മധ്യപ്രദേശിലില്ല, പഞ്ചാബിലില്ല, ഹരിയാനയിൽ എങ്ങുമില്ല. എങ്ങും പോയി നിങ്ങൾക്ക് പറയാനുള്ള തന്റെ ഇടവും നിങ്ങൾക്കില്ല. കേരളത്തിൽ നിങ്ങളുടെ വിചാരം ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാര് ഛർദ്ദിച്ച്
വെക്കുന്നതാണ് അമൃത് എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയതിന്റെ ഗതികേടാണ് ഇതുകൊണ്ട്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരയായിരുന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സവർക്കറെ വിശേഷിപ്പിച്ചെന്താണ് താങ്കൾക്കറിയാമല്ലോ. താങ്കളുടെ സഹോദരൻ അഡ്വക്കേറ്റ് ജയപ്രകാശ്, നിങ്ങൾ അദ്ദേഹത്തിനോട് പറയാം EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്താണ് വീര സവർക്കറെ പറ്റിയുള്ള അഭിപ്രായം. അപ്പൊ AKGക്ക് എന്തായിരുന്നു അഭിപ്രായം? ഞാൻ ഓരോന്നിലേക്ക് ഞാൻ വരാം, ചരിത്രത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ അതുകൊണ്ട് ഈ 10 വർഷത്തെ ചരിത്രമല്ല ഇന്ത്യയുടെ ചരിത്രം. ഈ എന്നു മുതലാണോ സോണിയ രാഹുൽ കക്ഷികളുടെ കയ്യിലേക്ക് കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കിട്ടിയത്, അന്നു മുതലാണ് നിങ്ങൾക്ക് സവർക്കർ വെറുക്കപ്പെട്ടവനായത്. സവർക്കർ നിങ്ങളുടെയും നേതാവായിരുന്നു സർ. ഇപ്പോ ഇവിടെ ശ്രീമാൻ ജയപ്രകാശ് പറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഞാൻ പറഞ്ഞോളൂ, എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, RSSനെ നിരോധിച്ച സർദാർ പട്ടേലെ ഞങ്ങൾ എന്താണ് പദവി നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് സാർ ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളെ നിരോധിച്ചോ ഞങ്ങളെ എതിർത്തോ ഞങ്ങൾക്ക് വിഷയമല്ല. ഈ രാജ്യത്തിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചോ അവരൊക്കെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വീര സവർക്കർ RSSകാരനോ ശാഖയിൽ വന്നവനോ ഒന്നും അല്ല. നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഹിന്ദുത്വ എന്ന വീര സവർക്കർ ബുക്ക് എഴുതുന്ന 1923 സവർക്കറുടെ 23 ബുക്ക് കണ്ടിട്ടല്ല 25 ഡോക്ടർ ഖഡ്ഗേവാർ RSS തുടങ്ങിയത് താങ്കൾക്കറിയുമോ? അങ്ങനെയൊന്നും നിങ്ങൾ ചരിത്രത്തെ വെറുതെ നിങ്ങൾക്ക് ചരിത്രം അറിയില്ലെങ്കിൽ എന്തെങ്കിലും വന്നിരുന്ന് വിളിച്ചു പറയരുത്. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ 1919 ജയിലിൽ പോയ സവർക്കർ 23 വെളിയിൽ വന്നെന്ന്. എവിടെന്നാ താങ്കൾക്ക് ആ വിവരം കിട്ടിയത്? ഞാൻ പറഞ്ഞോട്ടെ, 1911 വീര സവർക്കറെ 50 വർഷത്തെ തടവിന് ശിക്ഷിച്ച് നമ്മളുടെ കാലാപ്പാനി എന്ന് ഇന്ന് വിളിപ്പേരുള്ള ആൻഡമാൻ ജയിലിലേക്ക് അയച്ചത് താങ്കൾക്കറിയാമോ? 11 അയച്ചത്, വെറും 19 ചുമ്മാതെ വന്നിരുന്ന് എന്തെങ്കിലും പറയരുത്. 10 വർഷം ആൻഡമാൻസിലെ തടവിൽ കഴിഞ്ഞിരുന്നു. ആരാണ് പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിനെ സംരക്ഷിക്കപ്പെട്ട സ്മാരകമാക്കിയത്? നരേന്ദ്രമോദിയാണോ? അപ്പൊ ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം. എന്തിനാണ് നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, സവർക്കറെ ഇപ്പൊ ഇവിടുന്ന് ഒരു ചോദ്യം വന്നല്ലോ, സവർക്കർ മാപ്പ് പറഞ്ഞതിന് തെളിവുണ്ടോ? ആരുടെ കയ്യിലാ തെളിവുള്ളത്? നിങ്ങൾ തെളിവ് പുറത്തുവിട്, ആ തെളിവിനെ ഞാൻ സംസാരിക്കാമല്ലോ. അപ്പൊ ഈ കേവലം 10 വർഷത്തെ സോണിയയോ രാഹുലോ പറയുന്നതല്ല ഇന്ത്യയുടെ ചരിത്രം. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. അതുകൊണ്ട് 4 വോട്ടിന് വേണ്ടി ജനിപ്പിച്ച അച്ഛനെ പോലും തള്ളിപ്പറയുന്ന കോൺഗ്രസിന്റെ പാരമ്പര്യം ഉണ്ടല്ലോ. രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. രാഹുൽ ഗാന്ധി തള്ളിപ്പറയുന്നത് സ്വന്തം അച്ഛനെ അല്ല, അച്ഛന് ജന്മം നൽകിയ അമ്മയാണ് തള്ളിപ്പറയുന്നത്. ഞങ്ങൾക്ക് അതിലാണ് വിഷമം. ഇന്ദിരയാണ് സവർക്കറെ ആദരിച്ചത്. ആ ഇന്ദിരയെ തള്ളിപ്പറയാനുള്ള രക്തശുദ്ധി മാത്രമേ രാഹുലിനുള്ളൂ എന്നതാണ് ഇന്ത്യയുടെ ഗതികേട്. അതാണ് കോൺഗ്രസിന്റെ ഗതികേട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നിങ്ങളുടെ രാഷ്ട്രീയം വേറെ ആയിക്കൊള്ളട്ടെ, സവർക്കറിനെ പറ്റി നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചിട്ടുണ്ടോ? വസ്തുനിഷ്ഠമായി പഠിച്ചതിന് ശേഷം സവർക്കർ അന്നത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് ചെയ്തതിന് വിരുദ്ധമായി വീര സവർക്കർ ചെയ്ത ഒരു ഇൻസിഡന്റ് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. അല്ല പിന്നെ വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ പ്രത്യേക കാലഘട്ടത്തിന് ശേഷം വീര സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ശരിയാണ്, വളരെ റെലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ അങ്ങയുടെ ശ്രദ്ധ അരവിന്ദ് ഘോഷ് എന്ന് പറയുന്ന ആളെ പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? അരവിന്ദ് ഘോഷ്, താങ്കളുടെ ഇതേ ലോജിക്ക് വെച്ച് അരവിന്ദ് ഘോഷ് ഇന്ത്യ ഒറ്റുകൊടുത്തവനാകണമല്ലോ. ഒരു പണി എടുത്തിട്ടില്ലല്ലോ. ആലിപ്പൂർ ബോംബ് കേസിൽ ജയിലിൽ പോയതിനു ശേഷം അരവിന്ദ് ഘോഷ് പുറത്തു വന്നത് മഹർഷി അരവിന്ദനായിട്ടാ. അറിയുമോ താങ്കൾക്ക്? അദ്ദേഹത്തിന്റെ വിപ്ലവപാത ഉപേക്ഷിച്ച് അദ്ദേഹം ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു. സവർക്കർ 26 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം തന്റെ വിപ്ലവപാത ഉപേക്ഷിച്ച് അദ്ദേഹം ദേശീയ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് അയാൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ? ചുമ്മാ എന്തെങ്കിലും പറയരുത്. ശരി, ഏത് ദേശീയ പ്രവർത്തനം? ഏത് ദേശീയ പ്രവർത്തനം? നിങ്ങളുടെ ദേശീയ പ്രവർത്തനം അല്ല സാർ, നാട്ടുകാരുടെ ദേശീയ പ്രവർത്തനം. ഏത് ദേശീയ പ്രവർത്തനം? നെഹ്റു മഹാത്മാഗാന്ധിയെ കൊല്ലുന്ന ദേശീയ പ്രവർത്തനോ? അല്ലല്ല, മഹാത്മാഗാന്ധിയെ കൊലപാതകം ചെയ്ത ദേശീയ പ്രവർത്തനമാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താ ശിക്ഷിക്കാൻ അയാളെ? അപ്പൊ ഒരു മിനിറ്റ്, 1910 നടന്ന സംഭവം, അല്ലല്ല, 1910 നടന്ന സംഭവത്തിൽ ഒരു മിനിറ്റ് അല്ല, നിങ്ങൾ ചോദ്യം ഞാൻ മറുചോദ്യമാണ്. സവർക്കർ ഗാന്ധിയെ കൊന്നെങ്കിൽ നെഹ്റുവും പട്ടേലും അടക്കമുള്ളവർ എന്താ ശിക്ഷിക്കാതെ? രാജു കേൾക്കട്ടെ, രാജു ഇതിന് മറുപടി പറയാം. സവർക്കർ ഗാന്ധിയെ കൊന്നു, എന്തുകൊണ്ടാണ് നെഹ്റു എന്താ ശിക്ഷിക്കാഞ്ഞേ? കാരണം ഞാൻ പറയാം. അല്ല, എന്താ ശിക്ഷിക്കാഞ്ഞേ? സമയം തരുമോ? നെഹ്റുവിനെ മുട്ടടിച്ചു പോയോ?
എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത്? കൊന്നയാളാണ് രാജ്യത്തിന്റെ മഹാനായ പുത്രനായി ഇന്ദിര വിശേഷിപ്പിച്ചത്. ആ സൗജന്യ ആ അഭ്യാസം ഒന്നും ഇങ്ങോട്ട് എടുക്കരുത്. ഇന്ദിരാഗാന്ധി വരെ തള്ളി പറയാണോ അത് ഇങ്ങോട്ട് എടുക്കരുത്. ഇന്ദിരാഗാന്ധി വരെ തള്ളി പറയാണോ? ഘട്ടത്തിൽ അപ്പൊ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വീര സവർക്കറുടെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ എന്തിനാ? വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമയിൽ തട്ടിമൂളിക്കണം. അദ്ദേഹത്തെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ച എന്തിനാ സർ? നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ തന്നെ തള്ളി പറയല്ലേ? ശരി, ഞാൻ മറുപടി പറയട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് പല ധാരകളിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. മനസ്സിലായി? വി ഡി സവർക്കർ ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ വിചാരിച്ചിരിക്കാം ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്നതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാമെന്ന് ചിന്തിച്ചിരിക്കാം. ഞങ്ങൾ അതിനെ തള്ളി പറയുന്നില്ല. അയാൾ അതിൽ സക്സസ്ഫുൾ, അയാൾ അതിനകത്ത് നേരിട്ട് പങ്കിട്ടിട്ടില്ല. എപ്പോഴും ഗാന്ധിവാദത്തിന് ഉൾപ്പെടെ തോക്കൊപ്പിച്ചു കൊടുക്കലായിരുന്നു പണി. ആ പണി അവിടെയും ചെയ്തു. പോട്ടെ, അതിനെ സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തനമായിട്ട് ഇപ്പൊ ഭഗത് സിംഗ് കോൺഗ്രസിന്റെ ആശയങ്ങളിൽ നിന്ന് വേറിട്ട് സഞ്ചരിച്ച ആളല്ലേ? ഇല്ലേ? അതല്ലേ? എന്നിട്ട് അതുകൊണ്ട് അങ്ങനെ വേറിട്ട് സഞ്ചരിച്ച ആൾക്കാരെ മുഴുവൻ കോൺഗ്രസ് ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയപ്പോൾ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു കാര്യം, ഈ സവർക്കർ ഈ 1910 അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1911 ജയിലിനകത്തേക്ക് പോയി. ഇവിടെ സന്ദീപ് വാചസ്പതി എന്നെ സംബന്ധിച്ചു. ആ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പിന്നെ അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമര ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ഞാൻ സമ്മതിച്ചു. ഈ ഒരു വർഷത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രവർത്തനമാണ് സവർക്കറിന്റെ. ഒരു വർഷത്തെയോ? നിങ്ങൾ അതല്ലേ ഇപ്പൊ 26 വർഷം ജയിലിൽ കിടന്ന മിസ്റ്റർ, താങ്കൾ തോന്നിവാസം പറയരുത്. 26 വർഷം ജയിലിൽ കിടന്ന സവർക്കർ കോട്ടനെ ഞാൻ അരബിന്ദോനെ സംബന്ധിച്ചും തിരുത്തിയിട്ട് പോയാൽ മതി. അപ്പൊ ഈ പറയുന്ന അപ്പൊ അല്ല അപ്പൊ ഞാൻ പറയട്ടെ, ആവശ്യമുള്ളത് നിങ്ങൾക്ക് സത്യം നിങ്ങളെ അലോസരപ്പെടുത്തും. അത് തിരുത്തിയിട്ട് പോയാൽ മതി രാജു. നിങ്ങൾ തുടങ്ങിയപ്പോൾ എന്താ ഈ ചർച്ച തുടങ്ങിയപ്പോ പറഞ്ഞു അല്ലല്ല ഒരു മിനിറ്റ്, ഞങ്ങൾ ഒരു സമയത്തും സവർക്കർ പറഞ്ഞു. അല്പം മുമ്പ് അദ്ദേഹം സംബന്ധിച്ചു മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. പേരിൽ ജയിലിൽ പോയി കേസിൽ പോയി കഴിഞ്ഞാൽ കിടക്കും. കൊലപാതക കേസിൽ 20-30 കൊല്ലമൊക്കെ ജയിലിൽ കിടക്കുന്നവരുണ്ട് സർ. കൊലപാതക കേസിൽ കിടപ്പുണ്ടെന്നേ. അങ്ങനെ കൊലപാതകം ചെയ്യാൻ പോയി. ആ കൊലപാതകം ചെയ്യാൻ പോയതിന്റെ പേരിൽ ജയിലിൽ പോയി. കഷ്ടം. അറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കണം. അതെങ്ങനെയാ? എല്ലാം അറിയാന്നല്ലേ ഭാവം. എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമര സേനാനിയെ അധിക്ഷേപിച്ചാൽ രാജു പി നായരെ താങ്കളെ വെറുതെ വിടില്ല. താങ്കളുണ്ടല്ലോ, ഞാൻ വലത് വിളിച്ചു പറയും. പറഞ്ഞ പോലെ രാജു നിർത്തു. രാജുവിന്റെ ഊളത്തരം കേൾക്കാനല്ല പ്രേക്ഷകരിക്കുന്നത്.